ഈ 400 പേർ കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ നിന്ന് മതം മാറ്റപ്പെട്ട് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളോടൊപ്പം പ്രണയത്തിൽ ഏർപ്പെട്ട് പോയി എന്നാണല്ലോ PC ജോർജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് തെളിയിക്കണമല്ലോ. ഒരു ഉപാധിയുണ്ട്. നമുക്ക് PC ജോർജ് പറഞ്ഞ കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ നിന്നും ലവ് ജിഹാദിൽപ്പെട്ട് നഷ്ടപ്പെട്ട 400ഓളം പെൺകുട്ടികളെ അടിയന്തരമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ പല ചാനലുകളിലെയും ഇവിഷയത്തിലെ ചർച്ചകൾ കാണുകയുണ്ടായി. PC ജോർജിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരാളും, പ്രത്യേകിച്ച് തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതിക്കാരായ കാസ പോലും പറയുന്നില്ല അവർ എവിടെയാണെന്നും ആ വീടുകൾ ഏതൊക്കെയാണ് എന്നും അവരുടെ രക്ഷിതാക്കൾ ആരാണെന്നുമൊക്കെ. നഷ്ടപ്പെട്ടവരുടെ വേദന മാധ്യമങ്ങൾ വാർത്തയാക്കി ആഘോഷിക്കും എന്നാണ് തീവ്ര ചിന്താഗതിക്കാരായ കാസയുടെ ഒരു നേതാവ് ഒരു ടെലിവിഷൻ ചാനലിൽ വ്യക്തമാക്കിയത്. ശരി, പോയവരുടെ വാർത്ത വേണ്ട. തിരിച്ചു വന്ന ആ 400-ലെ 41 പേരുണ്ടല്ലോ, അവർക്കുണ്ടാകുമല്ലോ അനുഭവം. അത് നമുക്ക് കേൾക്കണമല്ലോ. എന്താണ് അവർ അനുഭവിച്ചത്, എന്താണ് അവർക്ക് ഏർപ്പെട്ടത്, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വ്യക്തമാവണമല്ലോ. ഇസ്രയേൽ പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീനി ബന്ദിയും ഹമാസ് പിടിച്ചു വച്ചിരുന്ന ഇസ്രയേൽ ബന്ദിയുമെല്ലാം ഇവരെയൊക്കെ വിട്ടയക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അവർ ലോകത്തോട് പങ്കുവെക്കാറുണ്ട്. എന്തിന്, ഹാദിയയെ വീട്ടുതടങ്കലിലാക്കിയ ശേഷം പോലും പിന്നീട് അവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മടങ്ങി വന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ, കാണും. പക്ഷേ PC പറഞ്ഞ ആ 400 പേർക്ക് കാണില്ല. കാരണം ആ 400ഉം ശൂന്യതയിലാണ്. നമുക്ക് എങ്കിലും PC ഒരു പൊതുപ്രവർത്തകനാണ് എന്ന നിലയിൽ ആ 400-ൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് ആ 400 പേരെ കണ്ടെത്താൻ PC-യെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ സർക്കാരിനെ സഹായിക്കാം. കാര്യം വളരെ സിമ്പിളാണ്. സർക്കാർ പ്രസിദ്ധീകരിച്ച റവന്യൂ ഗൈഡിലെ കണക്ക് പ്രകാരം മീനച്ചൽ താലൂക്കിൽ 26 വില്ലേജുകളുണ്ട്, 22 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമുണ്ട്. 2011-ലെ സെൻസസ് പ്രകാരം ഈ താലൂക്കിലെ ജനസംഖ്യ 4,06,471 ഇപ്പോൾ അല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ടാകും. 97,873 വീടുകളിലായാണ് ഈ 4 ലക്ഷത്തിൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ 1-2 ദിവസമെടുത്ത് ചെറിയ ഒരു സർവേ നടത്തിയാൽ കണ്ടെത്താവുന്നതേയുള്ളൂ ഇതൊക്കെ. കാര്യം ഇത്രയേ ഉള്ളൂ, നിസ്സാരമായ പണിയേ ഉള്ളൂ. അപ്പോൾ കണ്ടെത്താൻ കഴിയും ഏതൊക്കെ വാർഡുകളിലെ ഏതൊക്കെ വീടുകളിലെ കുട്ടികളാണ് ആ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒളിച്ചോടിയിരിക്കുന്നത്, അതുമല്ലെങ്കിൽ പ്രണയം നടിച്ച് മറ്റു മതസ്ഥർ ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന്. PC ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ പറയുന്ന വിടുവായത്വം അപ്പാടെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ താങ്കൾ മൂഢരുടെ സ്വർഗത്തിലാണ്. ഹൈക്കോടതി പോലും ഇല്ലെന്ന് പറഞ്ഞ് ലവ് ജിഹാദ് ഉണ്ടെന്നാണ് PC കാസക്ക് ക്ലാസ് എടുത്ത് നൽകുന്നത്. ഇതിൽ പരം മറ്റൊന്നും വേണ്ടല്ലോ സത്യാവസ്ഥ മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾ PC ജോർജിനെ തള്ളിപ്പറയുകയാണ് വേണ്ടത്. ഒരു മിഠായി കാണിക്കുമ്പോഴേക്കും, ഒന്നിച്ചൊരു ജ്യൂസ് കുടിക്കുമ്പോഴേക്കും മുസ്ലിം ചെറുപ്പക്കാർക്കൊപ്പം ഇറങ്ങിപ്പോകുന്നവരാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെന്ന് ആ സഹോദരിമാരെ ചിത്രീകരിക്കുന്നത് ആ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ബഹുസ്വര സമൂഹത്തിൽ അഭിമാനകരമായി മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ ആത്മവീര്യത്തെ തല്ലിക്കെടുത്തുന്ന, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇത്തരക്കാരിൽ നിന്ന് നിരന്തരമുണ്ടാകുന്നതിനെ തടയിടാൻ ആ സമൂഹം മുന്നോട്ട് വരികയാണ് വേണ്ടത്. മുന്നിൽ 4 ആളെ കിട്ടുമ്പോൾ നാവ് ഉളുക്കുന്ന PC വിദ്വേഷ പരാമർശത്തിന് അറസ്റ്റ് നേരിടേണ്ടി വന്ന ജാള്യത മറക്കാൻ താൻ നിലപാടുള്ളയാളാണ് എന്നും താൻ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെ തെളിയിക്കാൻ നന്നായി പാടുപെടുന്നുണ്ട് എന്നറിയാം. എത്ര കണ്ട് വർഗീയത പറയുന്നുവോ അത്രക്ക് പുണ്യാളനാവുന്ന നേതാവാകുന്ന പാർട്ടിയിലാണ് ഇപ്പോൾ PC എത്തപ്പെട്ടതെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇടതിൽ നിന്നും വലതിലെത്തി അവിടെ നിന്നും സാക്ഷാൽ SDPI പോലും സഹകരിച്ച പാരമ്പര്യമുണ്ട് രാഷ്ട്രീയത്തിൽ PC-ക്ക്. ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് BJP-യിലുമാണ്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തിനായി താൻ എവിടെയും എങ്ങനെയും നിൽക്കുമെന്ന് തെളിയിച്ച ഒരാളാണ് PC. ഇനി PC പറഞ്ഞ മതം മാറിയുള്ള കല്യാണക്കാര്യം തന്നെ നമുക്കെടുക്കാം. ആദ്യം PC-യുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. താൻ പറയുന്നതിനോട് അല്പമെങ്കിലും നീതി ഇദ്ദേഹം പ്രകടിപ്പിക്കേണ്ടേ? ഈ PC ജോർജ് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെയാണ്.
താൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുമെന്ന മിഥ്യയിൽ അദ്ദേഹം എന്ത് പൊള്ളത്തരവും വങ്കത്തരവും പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. PC പറയുന്ന വങ്കത്തരങ്ങൾ കാസി ഒഴികെ കേരളത്തിലെ മതേതര ബോധമുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരാൾ പോലും, മാത്രമല്ല മതേതര ബോധമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരംഗം പോലും ഇത് അംഗീകരിക്കില്ലെന്നുറപ്പാണ്. മുൻപ് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം PCയെ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. അവർ ബഹിഷ്കരിച്ചത് PCയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ്. അവരോടുള്ള കലിപ്പിലാണ് എല്ലാ മുസ്ലിങ്ങൾക്കും നേരെ ഇപ്പോൾ PC ജോർജ് തിരിഞ്ഞിരിക്കുന്നത്. കയ്യിലിരിപ്പ് നല്ലതല്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈരാറ്റുപേട്ടക്കാരും പൂഞ്ഞാറുകാരും PCയെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയത്. അതിന് വിദ്വേഷം പറഞ്ഞതുകൊണ്ട് ആയില്ല. 3 കേസുകളാണ് പുതിയ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് ഇപ്പോൾ PCക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ പോലും ലംഘിക്കുന്ന തരത്തിൽ നടത്തിയ ഈ പരാമർശത്തിൻ്റെ പേരിൽ ഉടനടി PCയെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലടക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. waytonikah.com, the exclusive Muslim matrimonial site.